Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അദൃശ്യമായ കാന്തിക മണ്ഡലങ്ങളുടെ ദിശയും ഒരു വയറിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശയും നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പമാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വൈദ്യുതപ്രവാഹമുള്ള ഒരു നേർരേഖാ ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തികമണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താനുള്ള നിയമം ഏതാണ്? അത് പ്രസ്താവിക്കുക. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള നിയമമാണ് വലതുകൈ പെരുവിരൽ നിയമം അഥവാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. പരീക്ഷയ്ക്ക് ഈ നിയമം കൃത്യമായി ഇങ്ങനെ എഴുതാം: വൈദ്യുതപ്രവാഹമുള്ള ഒരു നേർരേഖാ ചാലകത്തെ നിങ്ങളുടെ വലതുകൈ കൊണ്ട് പിടിച്ചിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ തള്ളവിരൽ കൃത്യമായി വൈദ്യുതപ്രവാഹത്തിന്റെ ദിശയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ചാലകത്തിന് ചുറ്റും പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ മറ്റു വിരലുകൾ വൃത്താകൃതിയിലുള്ള കാന്തിക ബലരേഖകളുടെ ദിശയെ കൃത്യമായി കാണിക്കും. സ്ക്രീനിലെ ചിത്രം നോക്കൂ. അമ്പടയാളം മുകളിലേക്കും കാന്തിക ബലരേഖകൾ വിരലുകൾ പോലെ ചുറ്റിയുമാണ് ഇരിക്കുന്നത്, അല്ലേ? വളരെ സിമ്പിൾ ആണ്. വളരെ നന്നായി പഠിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു കാന്തികമണ്ഡലത്തിൽ ലംബമായി വെച്ചിരിക്കുന്ന ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ കണ്ടെത്താനുള്ള നിയമം ഏതാണ്? അത് പ്രസ്താവിക്കുക. ഇത് കണ്ടെത്താൻ നാം കൈ മാറ്റുന്നു, അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമമാണ്. ഈ നിയമം ഇങ്ങനെ പ്രസ്താവിക്കാം: നിങ്ങളുടെ ഇടതുകൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം 90 ഡിഗ്രി കോണവിൽ, അതായത് ലംബമായി പിടിക്കുക. ഇതിൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ കാന്തികമണ്ഡലത്തിന്റെ ദിശയിലും നടുവിരൽ വൈദ്യുതപ്രവാഹത്തിന്റെ ദിശയിലുമാണെങ്കിൽ നിങ്ങളുടെ തള്ളവിരൽ ആ ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശയെ കൃത്യമായി സൂചിപ്പിക്കും. സ്ക്രീനിലെ ചിത്രം ശ്രദ്ധിച്ചാൽ ഈ മൂന്ന് ദിശകളും എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഈ രണ്ട് നിയമങ്ങളും ഫിസിക്സ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടതിന് വലിയ നന്ദി. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.